ഞാൻ ആളെ പറയില്ല, ആളെ വലിക്കലില്ല. അപ്പൊ ഈ വെള്ളം അങ്ങനെ പോകണം. ആ വെള്ളം ഓടയിലേക്ക് വിടുന്നേ അല്ലേ? അപ്പൊ ആ വെള്ളം അങ്ങോട്ട് പോണത് നേരെ പുഴയിലെ മുട്ടാർ പുഴയിലേക്കാണ് അല്ലേ? ഇതൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കാന ഈ സ്റ്റാർട്ടിംഗ് മോഡിൽ ഞങ്ങൾ മണ്ണിട്ട് മൂടും. അതിന് യാതൊരു സംശയമില്ല. അതിന് ഏത് കോടതിയിൽ പോയി എവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി, ഈ കാന ഞങ്ങൾ അടയ്ക്കും. കക്കൂസ് മാലിന്യം ഓടയിൽ കെട്ടിക്കിടക്കുന്നു. കളമശ്ശേരി ആറാട്ടുകടവ് നിവാസികൾ ദുർഗന്ധം മൂലം ദുരിതത്തിൽ. സൗത്ത് കളമശ്ശേരി വ്യവസായ മേഖലയ്ക്ക് സമീപമുള്ള ആറാട്ടുകടവ് റോഡിനരികിലുള്ള ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ജനജീവിതം ദുസ്സഹമായി. കളമശ്ശേരി നഗരസഭയിൽ 41-ാം വാർഡ് വ്യവസായ മേഖലയുടെ പടിഞ്ഞാറുള്ള പ്രദേശവാസികളാണ് ദുർഗന്ധം മൂലം ദുരിതം അനുഭവിക്കുന്നത്. കൊതുകിന്റെയും കൂത്താടിയുടെയും കേന്ദ്രമായി ഓട മാറി. സമീപത്തെ വ്യവസായ മേഖലകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവയും ഓടയിലേക്കാണ് തള്ളുന്നത്. നഗരസഭയ്ക്കും ആരോഗ്യവകുപ്പിനും പരാതി കൊടുത്തു മടുത്തിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിൽ നിന്ന് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ 100-150 ആളുകൾ അന്യസംസ്ഥാന ആൾക്കാർ താമസിക്കുന്ന ലോഡ്ജുകൾ പലതും. ഇവരാരും സെപ്റ്റ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ യാതൊരു അറിവിലും ഇല്ല. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ് കൊണ്ടുവന്ന് ഈ കാനയിലേക്ക് വച്ചേക്കാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം, ഈ കാനയിൽ ഈ മാലിന്യം വന്ന് കെട്ടിക്കിടന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞങ്ങളിവിടെയുള്ള വീടുകളിലൊക്കെ 2 പേര് വെച്ച് താമസിക്കുന്ന വീടുകൾ, സീനിയർ സിറ്റിസൺ ഈ 2 പേര് താമസിക്കുന്ന വീടുകളാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാലവും സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നോട്ടീസ് തന്നേക്കണം വേസ്റ്റ് വാട്ടർ വിടരുന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ ലോഡ്ജിൽ ആൾ താമസിപ്പിക്കുന്നവർ ആരും വേസ്റ്റ് വാട്ടർ മാനുവൽ നടത്തുന്നില്ല. അത് 100 രൂപ മാസം അവർ കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾ മണ്ടന്മാരല്ലേ? ഇത് ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ഇവിടെ ഇത് ഭയങ്കര ദുർഗന്ധമാണ്. ദുർഗന്ധം വെച്ചാൽ നമുക്ക് ദുർഗന്ധം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ദുർഗന്ധം. ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് 14 ദിവസം കൂടിയാണ് ഞാനിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പനി കെട്ടി. ഇപ്പോഴും ഞാൻ ഡിനൈ മെഡിസിൻ ട്രീറ്റ്മെൻറ്റിലാണ്. അതുപോലെ ഈ വീടുകളിലെ കുട്ടിക്ക് സുഖമില്ല. അറ്റത്തെ വീട്ടിൽ ഈ ചേട്ടൻ്റെ വീട്ടിലെ വൈഫിന് സുഖമില്ല, മോൾക്ക് സുഖമില്ല. മുനിസിപ്പാലിറ്റി കൊണ്ട് ചിരട്ടയ്ക്കകത്ത് വെള്ളം വയ്ക്കാൻ പാടില്ല, കുപ്പിയിൽ വെള്ളം വയ്ക്കാൻ പാടില്ല എന്ന പരാതി. ഈ പ്രകാരം നാറുന്ന രീതിയിൽ ഈ കാന കിടക്കുന്നതിന് ഈ നാണം കെട്ട മുനിസിപ്പാലിറ്റിക്ക് ഒന്നും എടുക്കാൻ പറ്റല്ലേ? ഞങ്ങൾ കരം കൊടുത്താൽ ജീവിക്കുന്ന ഇവിടെ എന്ന് ഞങ്ങളെ ജീവനും സ്വത്തിനും ഒരു വിലയില്ല ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ പരാതി കൊടുത്തിട്ടുള്ളൂ മുനിസിപ്പാലിറ്റിയിൽ. പരാതി കൊടുത്ത് ഇവിടെ അവിടെ പേപ്പറിൽ വന്നു, പേപ്പർ കട്ട് വായിച്ചിട്ട് ഇപ്പോൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കോഴിക്ക് മുല വന്നവാരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മന്നില്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഈ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സ്ലാബ് നോക്കി ഈ സെപ്റ്റ് ടാങ്കിൽ നിന്ന് തന്നെ ഔട്ട്ലെറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്റ്റ് ടാങ്കിൽ അവിടെ ക്ലോസറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം വെച്ചപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഈ പൈപ്പിൽ കൂടി വന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർ ഇതിൻ്റെ ഈ സെപ്റ്റ് ടാങ്ക് ഇതിൻ്റെ ഓണർമാർ പറഞ്ഞു വെച്ചാൽ നിങ്ങളെന്തിനാ ഇവിടെ താമസിക്കുന്നത്? ഈ കാനയുടെ അടുത്ത് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ മാറിപ്പോയിക്കോ. ഞങ്ങൾക്കിത് ഈ ലോഡ്ജ് നടത്തുന്നവർ പറഞ്ഞേ ഞങ്ങളിവിടെ ലോഡ്ജ് എടുത്ത് നിങ്ങൾ വേണമെങ്കിൽ മാറിപ്പോയിക്കോളാം. ഞങ്ങളിവിടെ താമസിക്കുന്ന ഞങ്ങൾ മാറിപ്പോയിക്കോ. ഇതാണ് അവരുടെ ഇത്. അങ്ങനെ ഈ കമ്പനികൾ പറഞ്ഞ ഇതുകൾ എത്ര കമ്പനികൾ, ഈ ഏഷ്യൻ കേക്കിൻ്റെ കമ്പനി അവിടെ നിന്നൊക്കെ ഈ നവംബർ ഡിസംബർ ജാനുവരി മാസത്തിലാണ് ഏറ്റവും സൈക്കിൾ ചെയ്യാത്തത് ഈ കെട്ടിക്കിടക്കുന്നത്. ഈ സെപ്റ്റ് ടാങ്കിൻ്റെ സകല ഔട്ട്ലെറ്റും നേരിട്ട് കാനിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ കുടിവെള്ളം മുട്ടാർപ്പുഴയിട്ട് പോട്ടെ. അപ്പോൾ ഇതിന് പൊല്യൂഷൻ കൺട്രോളിൽ പരാതി കൊടുത്ത് അവരൊന്ന് ചെക്ക് ചെയ്ത് അവർ മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുക്കും. ഒരു നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കൗൺസിലർ അടുത്ത് പരാതി പറഞ്ഞ് കൗൺസിലർ പോയി HIയുടെ അടുത്ത് വന്ന് പറഞ്ഞ് HI ഇവിടെ ഹെൽത്തിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് നോക്കി ഒരു ദിവസം സന്ധിക്ക് വന്നത് ഇപ്പം തന്നെ ശരിയാക്കാം, ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇരുട്ടായില്ലേ, ഞങ്ങൾ പിന്നെ വന്ന് നോക്കാം, ഇപ്പം തന്നെ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് ഒരു പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കൗൺസിലർ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ വെച്ചാൽ ഫോൺ ചെയ്തിട്ട് അവരെടുക്കണില്ല. പല പ്രാവശ്യത്തിൽ ഇപ്പോൾ കൗൺസിലറുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ടാങ്കറിൽ വെള്ളം. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ കിടക്കണ്ട ടാങ്ക് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്താൽ എന്നാൽ കൗൺസിലർ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ എടുത്തിരിക്കുക ഇപ്പോൾ അടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അവസാനത്തെ തീരുമാനമുണ്ട്. ഇതൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കാന ഈ സ്റ്റാർട്ടിംഗ് മോഡിൽ ഞങ്ങൾ മണ്ണിട്ട് മൂടും. അതിന് യാതൊരു സംശയമില്ല. അതിന് ഏത് കോടതിയിൽ പോയി എവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി, ഈ കാന ഞങ്ങൾ അടയ്ക്കും. അപ്പൊ പരിഹാരം നടപടിയാകട്ടെ, ഗവൺമെന്റ് നടപടി. അവിടെ വന്നുള്ള ഞങ്ങൾ ഒരു ലോഡ് മണ്ണിട്ട് അടയ്ക്കും. അത് 3.5 തരാണ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ടു കളമശ്ശേരി മുനിസിപ്പാലിറ്റി. 41-ാം വാർഡ് കൗൺസിലർ സലീം പതുവന പറയുന്നത് ഇങ്ങനെ. നാട്ടുകാര് പറയുന്നത് കേട്ടില്ലേ? കൗൺസിലർക്ക് എന്താണ് പറയാനുള്ളത്? കളമശ്ശേരി നഗരസഭയുടെ 41-ാം വാർഡിൻ്റെ ആറാട്ടുകടവെന്ന തോടാണിത്. ഇത് മഴവെള്ളം പോകാൻ മാത്രമാണ് ഈ തോട് ഉപയോഗിക്കാവുള്ളൂ. ഈ തോട് മഴവെള്ളം മാത്രമല്ല ഇപ്പോൾ പോകുന്നത്. ഈ പ്രദേശത്തെ
ആൾക്കാരുടെ സെപ്റ്റ് ടാങ്ക് വെള്ളവും ചില കമ്പനികളുടെ വേസ്റ്റ് വെള്ളം എല്ലാം ഇതിലേക്ക് ഒഴുക്കുമ്പോൾ ഈ പ്രദേശത്ത് വലിയ ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. ഇത് ഈ നീരൊഴുക്ക് നേരെ ചെല്ലുന്നത് പുഴയിലേക്കാണ്. നമുക്കറിയാം, മുട്ടാർ പുഴയിലേക്കാണ് അറിയാം. പക്ഷേ ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് കൗൺസിലിൽ അവതരിപ്പിക്കുകയും കൗൺസിലിൽ ഇത് കാണിക്കുകയും ചെയ്തതാണ്. HIHS ഒക്കെ വന്ന് നോക്കി ഉടനെ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. ഞാൻ നഗരസഭാ സെക്രട്ടറിക്ക് എഴുതി അടിയന്തരമായിട്ടൊരു ടാങ്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ശുദ്ധീകരിക്കാനായിട്ടൊന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കുടിവെള്ളമാണ് നഗരസഭ ടാങ്കിലുള്ളത്. അപ്പം കുടിവെള്ളം നമുക്ക് ഒഴിക്കാൻ പാടില്ല. തോട് ക്ലീനാക്കാനായിട്ട് കുടിവെള്ളം നഗരസഭയുടെ പൈസ വെച്ച് ഒഴുക്കി കഴിഞ്ഞാൽ അതിനൊരു വേറെ പ്രത്യേക രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വേണ്ട. കൗൺസിലർ എന്ന നിലയിൽ സ്വന്തം ചെലവിൽ വേറൊരു ടാങ്കർ വണ്ടി വിളിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രദേശത്തെ ടാങ്ക് ക്ലിയറാക്കാൻ കൗൺസിലർ നഗരസഭയുടെ ഒരു പുതിയൊരു പദ്ധതി വന്നല്ലോ. ഇതുപോലെ വീടുകളിൽ നിന്നുള്ള മലിനജലം കാണയിലേക്ക് ഒഴുക്കുന്നത് എല്ലാവരും പല സ്ഥലങ്ങളിലും നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ രീതിയിൽ ഇവിടെ ചെയ്യാൻ കഴിയില്ലേ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓൾറെഡി ഈ പ്രദേശത്തെ എല്ലാ അന്വേഷണം നടത്തിയതിന് ശേഷം നഗരസഭയ്ക്ക് കത്ത് കൊടുത്തുകൊണ്ട് നഗരസഭയ്ക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്വാഭാവികമായിട്ട് പുഴ മലിനീകരണപ്പെടുത്തുന്നതും പറഞ്ഞുകൊണ്ട് 4 കോടി രൂപ അടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്ത് വന്നതും ഇതൊക്കെ നമുക്ക് നഗരസഭാ കൗൺസിലിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ കളമശ്ശേരിയുടെ ഹൃദയഭാഗത്തായിട്ട് തൂമുക്കൽ തോട്, മറ്റേ മുട്ടാർ പുഴ, മറ്റേ മാർക്കറ്റിലെ അവിടുത്തെ തോട്, ഇതെല്ലാം പള്ളത്ത് തോട്, ഇതെല്ലാം മലിനീകരണമായിട്ടാണ് ഒഴുകുന്നത്. ഇതെല്ലാം വേസ്റ്റ് വെള്ളം കറക്റ്റ് പോകുന്നത് പുഴയിലേക്കാണ്. പക്ഷേ ഈ വേസ്റ്റ് വെള്ളം പുഴയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ മാരകമായ രോഗങ്ങൾ വന്നു പെടുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം ഡെങ്കു പിടിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ഫോഗിങ് ഒക്കെ നടത്തി സ്പ്രേ പെയിൻറ്റിങ് അടിക്കാൻ വന്നു. സ്പ്രേ പെയിൻറ്റിങ് അടിക്കാൻ വന്ന അതായത് ഒരു പറ്റം ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ ഏത് രീതിയിലാണ് സ്പ്രേ പെയിൻറ്റിങ് നടത്തിയതെന്ന് ഞാൻ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി നമുക്കിപ്പോൾ ഉണ്ടായുള്ള പരിഹാരം ഈ തോട് ശരിക്കും അടി കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തോട് മഴവെള്ളം പോകുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് പോകേണ്ടതാണ്. അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ ബഡ്ജറ്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിന് മേളിൽ സ്ലാബ് ഇട്ട് വിരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന താമസക്കാർക്കെല്ലാം ദുർഗന്ധം വമിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റും. മറ്റുള്ള ഹോസ്റ്റലിലും ലോഡ്ജൊക്കെ നടത്തുന്നവരുടെയൊക്കെ സെപ്റ്റി ടാങ്ക് നഗരസഭ ആ പ്രദേശത്തെ ഓട ഇളക്കിക്കൊണ്ട് തന്നെ ആ പരിസരം വൃത്തിയായിട്ട് നോക്കണം. ഇവരുടെ എവിടെയാണ് ഈ മറ്റേ സീവേജ് വെള്ളം പോകുന്നതെന്ന് നഗരസഭ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നിങ്ങൾ മീൻ പിടിക്കാൻ വരുമ്പോൾ വല്ല ദുർഗന്ധം ഒന്നും ഉണ്ടാവാറില്ല? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, ഈ പുഴയെന്ന് ഈ എവിടെ നിന്നാണെന്നറിയില്ല, ഈ ഫാക്ടറിയിൽ നിന്നാണെന്ന് തോന്നുന്നു അഴുക്ക് വെള്ളം ഭയങ്കര കട്ടയായിട്ട് മീനുകൾ ചത്തു പോകുന്നുണ്ട്. ഒരു മീന് തന്നെ ഇത് കണ്ട ഇപ്പൊ തന്നെ കാണാൻ ചെറിയ ചെറിയ മീനുകളൊക്കെ പൊങ്ങി കിടക്കണം. ഇത് ഇപ്പോഴൊന്നുമല്ല, കാലം കുറേ ആയി. ആൾക്കാർ വന്ന് പുഴയെന്ന് സാമ്പിൾ എടുക്കും, പോകും, പിറ്റേ ദിവസം പുഴയിൽ പെരിയാറ് ചുമന്നൊഴുകുന്നു, കളർ മാറി ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ വെറുതെ പ്രസ്താവനകൾ മാത്രം. ഈ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മലിനജലങ്ങളായിരിക്കും അല്ലേ? സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ജലം തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇത് അധികൃതർ വന്നിട്ട് അതിന്റെ രീതിയിൽ അവരടുത്ത് സംസാരിക്കണം. ചിലപ്പോൾ പൈസ വാങ്ങുന്നുണ്ടാവും. വരും, പേപ്പറിലൊരു റിപ്പോർട്ട് കൊടുക്കും, പോകും. അത് ഒരാഴ്ച ചിലപ്പോൾ ഉണ്ടാവില്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു. നാട്ടുകാരാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നാട്ടുകാരാണ്. ഇത് കണ്ടില്ല, ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് കൊതുക് ഭയങ്കരമായിട്ട് പൊതി. ഒന്നാമതെ നമ്മുടെ ഇപ്പൊ ഡെങ്കിയും മലേറിയയും കാര്യങ്ങളെല്ലാം പകർന്നു പിടിക്കുന്ന സമയമാണ്. അതിന്റെ കൂട്ടത്തില് ദുർഗന്ധവും ഇവിടെ നിൽക്കാൻ പറ്റൂല. ഞാൻ ജസ്റ്റ് ഒന്ന് വന്നാണ്, അപ്പൊ ഈ അവസ്ഥ കണ്ടപ്പോ ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വരാറുണ്ടല്ലേ? ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ മണങ്ങളും രക്ഷയില്ല. ഇത് ഉടൻ തന്നെ ഏതെങ്കിലും അധികൃതർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ പുഴ നശിച്ചുകൊണ്ടല്ലേ, ഈ പുഴ ഇപ്പൊ തന്നെ ഈ അഴുക്ക് വന്ന് ചെളി അടിഞ്ഞുകൂടി ഇവിടെ ആഴം കുറയുകയും മീൻ ചത്തു പൊങ്ങുകയും അങ്ങനെ മണ്ണടിഞ്ഞു കൂടെ ഇതുണ്ട്. ഇത് നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ പണ്ട് കുളിക്കണായിരുന്നല്ലേ ആൾക്കാർ? ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പൊ കുളിച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് മൊത്തം വലിയ ചൊറിയ എന്തെങ്കിലും വരും. ഇതിപ്പോ സ്വന്തം കൈ നിർത്തിട്ടുള്ള പരിപാടിയാണോ? നഗരസഭയില് പണിക്കാരൊന്നുമില്ലേ? ഇങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിക്കോളൂ.
ഇപ്പൊ തന്നെ നിക്കാൻ പറ്റുള്ളല്ലോ. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഓടയിലേക്കാണ് മലിനജലം ഒഴുക്കിവിടുന്നത്. നഗരസഭയിലും ആരോഗ്യവകുപ്പിലും നിരവധി പരാതികൾ നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചില ഭാഗങ്ങളിൽ ഓടക്ക് മുകളിൽ സ്ലാബുകളുമില്ല. കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 95 കളമശ്ശേരി.